വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ കണ്ട പോലെ എങ്ങനെയാണ് നമുക്ക് നല്ല നാച്ചുറലായിട്ട് അലോവേര ജെല്ല് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലും അതേപോലെ തന്നെ സ്കിന്നിലും ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു അലോവേര ജെല്ല് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ജെലാറ്റിനോ കോൺഫ്ലവർ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ്. അത് എത്രത്തോളം കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് അലോവേര ജെല്ല് ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിതേ ഒരു 7 തണ്ടോളം അലോവേര ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് വെക്കണം. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു മഞ്ഞ ലിക്വിഡ് വരും. അത് നമ്മൾ കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചലും അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പോർഷനൊക്കെ നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ആ സൈഡിലുള്ള ആ ഒരു മുള്ളു പോലത്തെ ഭാഗം കൂടി നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. മേൽഭാഗം മുറിച്ചിട്ട് ഇതിൻ്റെ ജെല്ലൊന്ന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതേ നമ്മൾ അലോവേരയുടെ മുഴുവനായിട്ടുള്ള ജെല്ല് ഇതേപോലെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാനായിട്ടൊന്നും പാടില്ല. ഈ ഒരു അലോവേര മാത്രം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മളിവിടെ അലോവേരയുടെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് കട്ടകളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാവുന്ന കേട്ടോ. നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ജെലാറ്റിനോ അതേപോലെ തന്നെ കോൺഫ്ലവർ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ ഒരു അലോവേരയുടെ ടെക്സ്ചർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സാധനം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ്. നമ്മളെടുക്കുന്ന അലോവേരയുടെ എണ്ണ അനുസരിച്ചിട്ട് വേണം ഉരുളൻകിഴങ്ങിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാനായിട്ട്. ഇനി തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഗ്രേറ്ററിലാവുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് സഹായിക്കും. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറ് വയ്ക്കുക. അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലും നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നന്നായി അരച്ചെടുത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണി വിരിച്ചതിന് ശേഷം ഈ ഒരു മിക്സ് അതിലേക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇനി തുണി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അരിപ്പയിലായാലും നല്ല വൃത്തിക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ഇതേപോലെ ആയിട്ടാണ് കിട്ടേണ്ടത്. ഇനി ഈ ഒരു ജ്യൂസ് നമ്മൾ ഇതേപോലെ ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് നനയ്ക്കാതെ വെക്കാം. അപ്പോൾ കാണാം നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ സ്റ്റാർച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മേലത്തെ ജ്യൂസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ജ്യൂസിൻ്റെ മിക്സ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, നമുക്കത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതേപോലെ അതിൻ്റെ തെളി ഭാഗം ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ അടിവശം മാത്രമായിട്ട് ഈ ഒരു ബൗളിലേക്ക് വെക്കാം. നിങ്ങൾക്ക് ഈ ഒരു ബൗളിൽ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റാർച്ച് കാണുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മൾ സ്റ്റാർച്ച് മാത്രമാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം ഒരു 3 മിനിറ്റ് നേരം വെക്കുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് തെളിഞ്ഞു വരും. കണ്ടില്ലേ, ഇതിൽ നമ്മുടെ സ്റ്റാർച്ച് അടിഭാഗത്തേക്ക് പോയിട്ട് ആ ഒരു വെള്ളം മാത്രം ഇതേപോലെ മേൽഭാഗത്തായിട്ട് പൊങ്ങി നിൽക്കും. അത് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു തെളിവെള്ളം മാറ്റിയെടുക്കാം. വീണ്ടും ഇതേപോലെ തന്നെ ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഈ ഒരു പ്രോസസ്സ് 2-3 തവണ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒഴിക്കുന്ന വെള്ളം നന്നായിട്ട് തെളിഞ്ഞ കാണുന്ന വരെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാർച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അലോവേര ജെല്ല് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം.
അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ചെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു അലോവേര ജെല്ല് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഇതേപോലെ തിള വന്ന് തുടങ്ങും. അപ്പോൾ ഈ ഒരു തിള വരുന്ന സമയത്ത് ആദ്യം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം നേരം ഒന്നും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തും ബബിൾസ് ഇതേപോലെ തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഈ ഒരു ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഒരു സ്പൂണോളം ഇതിലേക്കൊന്ന് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള ഒരു പൊട്ടാറ്റോയുടെ സ്റ്റാർച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ എത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ടയായിട്ട് ഒരു ജെല്ല് പരുവത്തിലായി നിൽക്കും. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നോർമലായിട്ട് അലോവേരയുടെ ജ്യൂസ് മാത്രമായിട്ടാണ് കേട്ടോ നിൽക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അല്ലാതും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലെയിമിൽ കിടന്ന് നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കി കറക്റ്റ് ഒരു അലോവേര ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പരിവാവുന്ന വരെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് തിളയ്ക്കും തോറും ഇതിൻ്റെ ആ ഒരു ഫോം ഒന്ന് മാറിയിട്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേരയുടെ ജെല്ലിൻ്റെ അതേപോലെ തിക്കായിട്ട് വരും. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം ഇതിനെ ഒന്ന് തിളപ്പിക്കുക. അതേപോലെ തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്കിത് ഭയങ്കരമായിട്ട് തിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് സ്റ്റവ് ഒന്ന് ഓഫാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി ഈ ഒരു ചൂടത്ത് ഇരുന്നിട്ട് ഇതൊന്നും കൂടി കട്ടയാവും കേട്ടോ. അങ്ങനെ നന്നായിട്ട് കട്ടയാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ലൂസായിട്ടുള്ളൊരു പരുവത്തിലായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ അലോവേര ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അലോവേര ജെല്ല് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസറായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ല് നമുക്ക് 2 മാസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ നമ്മളിതിൽ വേറെ ജലാറ്റിനോ കോൺഫ്ലവറോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ മുടിയിലും സ്കിന്നിനും ഒരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു അലോവേര ജെല്ല് കൂടിയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.